രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ പ്രതികരിക്കാതെ മുങ്ങി ഷാഫി പറമ്പിൽ. അടുത്ത അനുയായിയായ രാഹുലിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ഷാഫി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ തിരിക്കുകയും മാധ്യമങ്ങളോട് ദേഷ്യപ്പെടുകയുമായിരുന്നു ഷാഫി പറമ്പിൽ MP. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതുവരെ കാണാത്ത ഷാഫി പറമ്പിലിനെയാണ് ഇന്ന് കണ്ടത്. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ക്ഷുഭിതനായി കൊണ്ടായിരുന്നു ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ മറുപടി പറഞ്ഞത്. താൻ എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല. MP എന്ന നിലയിലും പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലുമാണ് ബീഹാറിൽ നടക്കുന്ന പരിപാടിയിൽ പോയതെന്നാണ് ഷാഫി ന്യായീകരിച്ചത്. ഞാൻ ഒളിച്ചോടി, മുങ്ങി എന്നൊക്കെ ചില ടൈറ്റിലുകളും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചില കാർഡുകളൊക്കെ കാണാനിടയായി. പ്രത്യേകിച്ച് ചില വാർത്തകൾ പറഞ്ഞത് ബീഹാറിലേക്ക് മുങ്ങി എന്നുള്ളതാണ്. ബീഹാറിൽ നടക്കുന്ന ഒരു എക്സസൈസിൻ്റെ ഗൗരവം എന്താണെന്ന് ഒട്ടും അറിയാത്ത ആളുകളല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. അവിടെ ഒരു MP എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തനം എന്നുള്ള നിലയിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിലും ആ സമരത്തിൻ്റെ ആ യാത്രയുടെ ഭാഗമാവുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. കോടതി വിധിയോ FIR-ഓ പരാതിയോ വരുന്നതിന് മുമ്പ് ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാജിസന്നദ്ധത പാർട്ടി അറിയിക്കുകയും പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് രാജിയും രാഹുൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തൻ്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന VD സതീശനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷവും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫിയുടേത്. മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ ഷാഫി ഒഴിഞ്ഞു മാറുകയായിരുന്നു. രാഹുൽ യൂത്ത് കോൺഗ്രസ് നേതൃപദവി രാജിവെച്ചതോടെ ഉത്തരവാദിത്വം തീർന്നെന്നും ഇനി വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്നുമാണ് ഷാഫിയുടെ നിലപാട്. സമാനമായ കൈരളി ന്യൂസ്, കോഴിക്കോട്.